ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? പൈസ ലാഭം, അതേപോലെ തന്നെ കുറച്ച് സമയ ലാഭം. പക്ഷെ ചെയ്തു വെച്ചത് വലിയൊരു അബദ്ധം. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിക്കോളൂ, വലിയ ഡേഞ്ചറാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. നമ്മൾ ജിമ്മിൻ്റെ അകത്ത് ഗ്ലാസ് ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. ഗ്ലാസ് ഒട്ടിക്കണമെങ്കിൽ നമുക്കൊരു വാൾ വേണം. പക്ഷെ നമുക്ക് വാളില്ല, നമുക്കൊരു ഗ്ലാസ് അവിടെ ഉള്ളത്. ഗ്ലാസ് കുഴപ്പമൊന്നുമില്ല, സേഫാണ്. പക്ഷേ ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടെമ്പർ ഗ്ലാസ് ആണ്. അകത്തുനിന്ന് വെളിയിലും കാണാം, വെളിയിൽ നിന്ന് അകത്തും കാണാം. പക്ഷേ കണ്ണാടി പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്നാ തീരുമാനിച്ചു, ജിപ്സം ബോർഡ് അടിച്ചിട്ട് അതിൻ്റെ മേളിൽ ഗ്ലാസ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജിപ്സം ബോർഡ് അടിച്ചു, അതിൻ്റെ മേളിൽ ഗ്ലാസ് ഒട്ടിച്ചു. ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ കുറച്ച് കയറ്റിയാണല്ലോ ഒട്ടിക്കുന്നത്, സേഫായിട്ടാണല്ലോ വെള്ളം ഒട്ടിക്കാൻ വേണ്ടി. അങ്ങനെ സേഫായിട്ട് ഒട്ടിച്ചു, ചാനലും അടിച്ചിട്ടു. പക്ഷേ എങ്കിൽ അതിൻ്റെ പിന്നിലത്തെ ഡേഞ്ചറായിട്ടുള്ള കാര്യം നമ്മൾ ആ സമയത്ത് അറിഞ്ഞില്ല. ജിമ്മ് തുറന്നതിന് ശേഷം ഡംബിൾസ്, റാഡ്, അതേപോലെ തന്നെ ടേബിൾസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആൾക്കാർ വന്ന് തട്ടുക, അങ്ങനെ ജിപ്സം ബോർഡ് പൊടിഞ്ഞു പോകാൻ തുടങ്ങി. പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉള്ള ഡേഞ്ചർ എന്ന് വെച്ചാൽ ജിപ്സം ബോർഡിൻ്റെ അകത്തും പുറത്തും ഗ്ലാസ്. പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു, നമുക്ക് തടിയും കൊണ്ട് അവിടെ ഫുള്ള് സെറ്റ് ചെയ്യാം. കാരണം ഓൾറെഡി ചാനലൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. തടിയും കൊണ്ട് സ്ക്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ സേഫാണ്. അതേപോലെ കാണാനും നല്ല വൃത്തി മെനയുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കോൺട്രാക്ടർമാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ പോയി കണ്ടു. 1-2 ആൾക്കാരെ കണ്ടു. അവർ വന്നിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം, മാക്സിമം 2 ദിവസമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊരു പ്രോപ്പറായിട്ടൊരു ടൈം പറയാൻ പറ്റുന്നില്ല. രണ്ടാമത് അവർ പറഞ്ഞ റേറ്റ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു. പിന്നെ ഞാനും ഇക്കയും തീരുമാനിച്ചു, നമ്മൾ പോയിട്ട് തടി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കിത് ചെയ്യാം, സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ തടിയെടുക്കാൻ വേണ്ടി ഫർണിച്ചർ കടയിൽ പോയി ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അവിടെ ചെന്ന് റേറ്റ് ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് അവർക്ക് തലയ്ക്ക് വട്ട് പിടിച്ചിട്ടാണെന്നറിയില്ല, അവർ പറഞ്ഞ് ഞങ്ങൾ പണി ചെയ്യുന്നതിൻ്റെ കട്ടിങ് പീസൊക്കെ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ അത് എടുത്തുകൊണ്ട് വെക്കൂ, നിങ്ങൾ പറയുന്ന റേറ്റ് നമുക്ക് പറ്റില്ല, ഇതാകുമ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തന്നെ എടുത്ത് ആ കട്ടിങ് പീസുകൾ കംപ്ലീറ്റ് ഒരു കാറിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുന്നതായിട്ടുള്ള മാക്സിമം സാധനങ്ങൾ അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോകുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കി നമ്മൾ സ്റ്റോർ റൂമിൽ അടുക്കി പെറുക്കി വെച്ചു. കാരണം പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തരാൻ തോന്നിയില്ലെങ്കിലോ, ഇനി ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ ഇതില്ലെങ്കിലോ ഒക്കെ അങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു കേട്ടോ. പിന്നീട് നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് സമയലാഭമാണ്, പെട്രോൾ ലാഭമാണ്, അങ്ങനെ ഒരുപാട് ലാഭവും നമ്മൾ പെട്ടെന്ന് കരുതി. എന്താണേലും അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടി. കാരണം ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമായതുകൊണ്ട് നമുക്ക് ആരോടും പരാതി പറയാൻ പറ്റില്ല. ഈ തടികൾക്ക് പല വലിപ്പം, പല നീളം, പല ആകൃതിയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടി. അതേപോലെ തന്നെ നമുക്ക് കട്ടിങ് മെഷീൻ നമ്മുടെ കയ്യിലില്ല, നമ്മൾ കൈ കൊണ്ട് വാളും കൊണ്ടാണ് കട്ട് ചെയ്തത്. പിന്നെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിരിച്ചാണ് കയറ്റിയത്. എങ്കിൽ പോലും നമ്മൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച റിസൾട്ടാണ് നിങ്ങളിപ്പം കാണുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പണിയായതുകൊണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക്